ആനകൾക്ക് കുറിതൊടിയിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി ഗുരുവായൂർ ദേവസ്വം. കുറിതൊടിയിക്കുന്നത് മൂലം നെറ്റിപ്പട്ടത്തിൽ ചായമിളകി നെറ്റിപ്പട്ടം കേടാകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നടപടി. ഇത് സംബന്ധിച്ച് സർക്കുലർ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പുറത്തിറക്കി. നിർദ്ദേശം ലംഘിച്ചാൽ പാപ്പാന്മാരിൽ നിന്ന് പിഴ ഈടാക്കുമെന്ന് മുന്നറിയിപ്പ്. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ഒപ്പം ചേരുന്നു. ആനന്ദ്, കഴിഞ്ഞ ദിവസമാണ് തിരുവമ്പാടി ദേവസ്വമാണെന്ന് തോന്നുന്നു പറഞ്ഞത് കൊച്ചി രാജാവിനെ പോലെ പെരുമാറുന്നു ഗുരുവായൂർ ദേവസ്വം എന്ന്. ഇതിപ്പോൾ എന്താണ് പുതിയ പരിഷ്കാരം? കൃഷ്ണരാജ്, അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഈ ശീവേലിക്കും രാത്രി വിളക്കിനും കാഴ്ച ശീവേലിക്കുമെല്ലാം ഇത്തരത്തിൽ ആനകളെ കൊണ്ടുവന്നിട്ടുള്ള ചടങ്ങുകളാണ്. അതായത് ഈ ചടങ്ങുകളിലെല്ലാം ആന പ്രധാനപ്പെട്ട ഒരു ആചാരത്തിന്റെ ഭാഗം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ ചടങ്ങുകളിലേക്കെല്ലാം ആന എത്തുമ്പോൾ കുറി തൊടിയിച്ചുകൊണ്ടാണ് വർഷങ്ങളായി ആനയെ എത്തിക്കാറുള്ളത്. അതൊരു ചന്തത്തിന്റെ ഭാഗം കൂടിയാണ്. എന്നാൽ ഇത്തവണ ഇനി മുതൽ ഇത്തരത്തിൽ ആനകളെ കുറി തൊടിയിക്കേണ്ട എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് ഇത്തരത്തിൽ പാപ്പാന്മാർക്ക് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 17-ാം തീയതി ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്ററുടെ ഭാഗത്തു നിന്നാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുള്ളത്. അതിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, ഇത്തരത്തിൽ ഈ കുറി തൊടിക്കുമ്പോൾ ഈ കുറി ഈ ആനകളുടെ ഈ മസ്തിഷ്കത്തിൽ ചാർത്തുന്ന, നമുക്കറിയാം മസ്തിഷ്കത്തിലും ചെവിയിലും വാലിലുമൊക്കെയാണ് അത്തരത്തിൽ ഈ കുറി തൊടിക്കുന്നത് ആനകളെ പൊതുവെ. അപ്പോൾ ഈ നെറ്റിപ്പട്ടത്തിലെ ഈ തുണിയിൽ ഇത്തരത്തിലുള്ള ഈ പല വിധത്തിലുള്ള ഈ കുറികൾ പറ്റിപ്പിടിച്ചു ചേർന്നുകൊണ്ട് ഈ കാലങ്ങൾ കഴിയുമ്പോൾ ഈ തുണി ദ്രവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ദ്രവിക്കുന്നുണ്ട്. അപ്പോൾ അത് ദ്രവിച്ചുകൊണ്ട് ഈ നെറ്റിപ്പട്ടം കേടാവുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇത് ദേവസ്വത്തിന് വലിയ ചെലവ് വരുത്തുന്നുണ്ട് എന്നാണ് ദേവസ്വം ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഒരു നെറ്റിപ്പട്ടം ശരിയാക്കാൻ ഏതാണ്ട് 10,000 മുതൽ 20,000 വരെ രൂപ ചെലവ് വരുന്നുണ്ട്. ഈ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആനകളെ ഇനി കുറി തൊടിയിക്കേണ്ട, പ്രത്യേകിച്ച് ഈ രാത്രി വിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശീവേലിക്കും കാഴ്ച ശീവേലിക്കും എല്ലാം വരുന്ന ബഹുഭൂരിപക്ഷം ആനകളിലെയും ഇത്തരത്തിൽ കുറി തൊടിയിക്കുന്നതിനും പാപ്പാന്മാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇനി അഥവാ ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ പാപ്പാന്മാർ ലംഘിക്കുകയാണെങ്കിൽ അതിന്റെ പിഴ അവരിൽ നിന്ന് തന്നെ ഈടാക്കാനും ഈ സർക്കുലറിൽ പറയുന്നുണ്ട്. എന്തായാലും ഇതിനെതിരെ പൊതുവെ ഈ ആന ഉടമകളുമായി ബന്ധപ്പെട്ടുള്ള പൂരപ്രേമികളെല്ലാം വലിയ ഒരു പ്രതിഷേധം ഉയർന്നുണ്ട്. അതായത് ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിൽ നിന്ന് ദേവസ്വം പിന്മാറണമെന്നാണ് ആനപ്രേമികൾ പൊതുവെ പറയുന്നത്. എന്തായാലും ഇപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്ന്, ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇനി രാത്രികളിൽ അത്തരത്തിൽ വരുന്ന ആനകൾക്ക് കുറി തൊടിയിക്കേണ്ട എന്ന് തന്നെയാണ് പാപ്പാന്മാർക്കുള്ള കർശന നിർദ്ദേശം. കൃഷ്ണരാജ്. ആനന്ദ് പുതൂർ, ഈ എത്രയോ ക്ഷേത്രങ്ങളിൽ എത്രയോ ആനകൾ, എത്രയോ എഴുന്നള്ളിപ്പുകൾ, എത്രയോ ക്ഷേത്ര പൂജകൾ, ഗുരുവായൂരിൽ മാത്രം എന്താണ് പ്രത്യേകതയായി ദേവസ്വം കാണുന്നത്? ഈ ആനയ്ക്ക് ഒരു കുറിയൊക്കെ ചാർത്തി ഇങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഴകുണ്ടല്ലോ, അതൊക്കെ വേണ്ടെന്ന് വയ്ക്കാൻ തക്ക വിധം വിലക്കേർപ്പെടുത്തൽ എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, അതായത് നമ്മൾ കാണുന്നതാണ്, നമ്മൾ കണ്ടു വളർന്നതാണ്. വർഷങ്ങളായി കാലങ്ങളായി ആനകളെ അത്തരത്തിൽ കുറി തൊടിയിച്ചുകൊണ്ട് തന്നെയാണ് ഏതൊരു പൂരത്തിനടക്കം, ഒരു പൂരത്തിന് പോലും അത്തരത്തിൽ ആനകളെ കുളിപ്പിച്ച് കുറി തൊടിയിച്ചുകൊണ്ടാണ്, ആ ചന്തത്തിൽ തന്നെയാണ് എഴുന്നള്ളിപ്പിനും എല്ലാ ചടങ്ങുകൾക്കും, ഭൂരിഭാഗം എല്ലാ ചടങ്ങുകൾക്കും അത്തരത്തിൽ ആനകളെ കുറി തൊടിയിച്ചുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രങ്ങളിൽ കൊണ്ടുവരാറുള്ളത്. എല്ലാ ചടങ്ങുകളും അത്തരത്തിൽ തന്നെയാണ് ആനകളെ പങ്കെടുപ്പിക്കാറുള്ളതും. പക്ഷെ ഇവിടെ ദേവസ്വം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, അത്തരത്തിൽ ഈ കുറികൾ, അതായത് ഈ പല വർണ്ണങ്ങളിലുള്ള ഈ കുറികൾ പലതും ഈ നെറ്റിപ്പട്ടത്തിൽ, ആനയുടെ മസ്തിഷ്കത്തിൽ ചാർത്തുന്ന നെറ്റിപ്പട്ടത്തിലെ തുണിയിൽ പിടിച്ചുകൊണ്ട് അത് ദ്രവിക്കുന്നു, അല്ലെങ്കിൽ ആ നെറ്റിപ്പട്ടം കേടാവുന്നതിലേക്ക് ഇത്തരത്തിലുള്ള ഈ കുറി തൊടിയിക്കൽ നീങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിക്കുന്നുണ്ട് എന്നാണ് ദേവസ്വം പറയുന്നത്. ഇത് ദേവസ്വത്തിന് വലിയ നഷ്ടം വരുത്തുന്നുണ്ട്, സാമ്പത്തികമായ നഷ്ടം വരുത്തുന്നുണ്ട്. ഒരു നെറ്റിപ്പട്ടത്തിന് ഏതാണ്ട് 10,000 മുതൽ 20,000 രൂപ വരെ നഷ്ടം വരുന്നുണ്ട് ഇത്തരത്തിൽ എന്നാണ് ദേവസ്വം ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ലാഭത്തിന് വേണ്ടിയാണ്, അതായത് കൂടുതൽ നഷ്ടങ്ങളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ കാലങ്ങളായിട്ട് ആനകളെ തൊടിയിക്കാറുള്ള ഒരു കുറി ഇനി മുതൽ വേണ്ട, ആ ഒരു കളർ, ആ ഒരു ചന്തം വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്തിയിട്ടുള്ളത്. പൊതുവെ ആനപ്രേമികളും പൂരപ്രേമികളും പറയുന്നത് അത്തരത്തിൽ കുറച്ചുകൂടെ നിലവാരമുള്ള നെറ്റിപ്പട്ട പോലെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാറ്റങ്ങൾ വരുത്താതെ ഇത്തരത്തിൽ ആനകളുടെ കുറി തന്നെ ഒഴിവാക്കുന്ന രീതിയിലേക്ക് എന്തിനാണ് ദേവസ്വം? ഇതൊക്കെ കണ്ടിട്ടാണല്ലോ ഈ ഭക്തർ കാണിക്കയിടുന്നത്, ആചാരങ്ങൾക്കൊപ്പം നിൽക്കുന്നത്. അതല്ലേ ഏതു ദേവസ്വമായാലും ഏതു ക്ഷേത്രങ്ങളായാലും അതിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് പിന്നിലും ഭക്തരുടെ കാണിക്ക അടക്കമല്ലേ, അവരുടെ സമർപ്പണമല്ലേ, അതവരല്ലേ സഹിക്കുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇത്തരത്തിലുള്ള ഭക്തജനങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളും ചോദിക്കുന്നത്. അതായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായിട്ട് ഉണ്ടാവുന്നത് എന്ന് തന്നെയാണ് ചോദിക്കുന്നത്. അത്രയധികം വരുമാനമുള്ള ഒരു ക്ഷേത്രമാണ്. ഭക്തർ
അത്തരത്തിൽ സമർപ്പിക്കുന്നതെല്ലാം അത് അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പല ഭക്തരും ചോദിക്കുന്നത് അത് തന്നെയാണ്. അതായത് ഗുരുവായൂർ പോലുള്ള ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് ദേവസ്വം പോകുന്നത് എന്ന് തന്നെയാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. എന്തായാലും പാപ്പാന്മാർക്ക് കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരെ നിരീക്ഷിക്കാനും ചില സംഘങ്ങളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ നിരീക്ഷിക്കുന്നവർക്ക് പണം കൊടുക്കണ്ടേ തന്നെയാണ് പൊതുവെ ആനപ്രേമികളിൽ നിന്നും. തീർച്ചയായിട്ടും അതെന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും നമ്മൾ അന്വേഷിച്ചതിൽ നിന്നാണ് നമുക്ക് അത്തരത്തിൽ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ വിചിത്രമായിട്ടുള്ള ഒരു സർക്കുലറാണ് ദേവസ്വം ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ കഴിഞ്ഞ 17-ാം തീയതി പാപ്പാന്മാർക്ക് നൽകിയിട്ടുള്ളത്. ഇനി അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാനാണ് ദേവസ്വത്തിന്റെ തീരുമാനം. വിചിത്രമായ നടപടിക്ക് പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ, നമുക്കും കിട്ടണം പണം. സംബന്ധിച്ച് നമ്മൾ കണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ സമയത്ത് തന്നെ എടുത്തു പറയേണ്ടതാണ്. അതായത് ഇനി വരാൻ പോകുന്ന അവിടുത്തെ ഉദയാസ്തമന പൂജ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ തന്നെയാണ് നടന്നിരുന്നത്. പ്രത്യേകിച്ച് ഈ ഏകാദശി നാളിൽ നടത്തിയിരുന്ന ഡിസംബർ 11 നടത്തേണ്ടിയിരുന്ന ഉദയാസ്തമന പൂജ നേരത്തെ ആക്കിയിരുന്നു. അന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഇത്തരത്തിൽ 5 തവണ നടയടക്കേണ്ട ഒരു സാഹചര്യം വരുന്നു, അത് ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് നൂറ്റാണ്ടുകളായി തുടർന്നു വന്നുകൊണ്ടിരുന്ന ശങ്കരാചാര്യ പോലുള്ള ജ്ഞാനികൾ മഹായോഗികൾ ചിട്ടപ്പെടുത്തിയ ഒരു പൂജയിൽ നിന്ന് ഒരു പൂജാ വിശേഷത്തിനെ മാറ്റിക്കൊണ്ട് ഒട്ടാകെ മാറ്റിമറയ്ക്കുന്ന ഒരു തരത്തിലേക്ക് എത്തിയിരുന്നത് വലിയ വിമർശനം തന്നെയാണ് ഉയർന്നിരുന്നത്. മാത്രമല്ല അത് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ നവംബർ മാസത്തിൽ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ കേസ് അതിനെതിരെ തന്ത്രി കുടുംബം കോടതിയിൽ പോവുകയും ആ കേസ് ഇപ്പോൾ ഹൈക്കോടതിയുടെ പരിഗണനയിലുമാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിവാദം നിലനിൽക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ പുതിയൊരു സർക്കുലറുമായി ദേവസ്വം എന്തായാലും രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പുരപ്രേമികൾ പറയുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾ പറയുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ തന്നെ ആനകളെ ഇനി കാഴ്ചശീവേലിക്കും രാത്രി വിളക്കിനും ഒക്കെ കുറിയില്ലാത്ത ആനകൾ മതി എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് ദേവസ്വം എത്തിയിരിക്കുന്നത്. എന്തായാലും കൃഷ്ണരാജ്. ആനന്ദ്, ഒരു കാര്യം കൂടി, അതായത് എപ്പോഴും ആചാരങ്ങളെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് ഈ ഗുരുവായൂർ ദേവസ്വം പോകുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഭക്തരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നില്ലേ? തീർച്ചയായിട്ടും. അതായത് കഴിഞ്ഞ ദിവസം നമ്മളവിടെ ജനസഭയടക്കം സംഘടിപ്പിച്ചാണ്. അപ്പോൾ അവിടുത്തെ ഭക്തർ, കാരണം 10,000-കണക്കിന് ഭക്തരാണ് വരുന്നത്, അവർ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം അത് തന്നെയാണ്. അതായത് ഒരു ക്ഷേത്രത്തെ നിലനിർത്തുന്നത് അതിന്റെ പ്രധാനപ്പെട്ട ആചാരങ്ങൾ തന്നെയാണ്. ആ ഒരു കാലങ്ങളായി തുടർന്നു വരുന്ന ആചാരങ്ങൾ അത് വിശ്വാസത്തിന്റെ കൂടെ ഭാഗമാണ്. അത്തരത്തിലുള്ള ആചാരങ്ങളെ ഒറ്റയടിക്ക് മാറ്റിമറയ്ക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഈ ദേവസ്വത്തിലെ ആരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുന്നത്? ഭക്തരോട് കൂടി കൂടിയാലോചിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടിക്രമങ്ങൾ നീങ്ങാതെയോ എന്തിനാണ് ഇത്തരത്തിലുള്ള ആചാരങ്ങളിൽ മാറ്റം വരുത്തുന്നതിനുള്ള ഭക്തരുടെ ഒരു ചോദ്യം തന്നെയാണ്.